ഹായ് ഡിയേഴ്സ്, നമ്മളിന്നൊരു പുതിയ സെക്ഷനിലോട്ടാണ് പോകുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് മോഡലിംഗ് ആണ്. മൂന്നാമത്തെ സ്റ്റേജ് മോഡലിംഗ് ആണ്. മോഡലിംഗ് സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മോഡലിംഗ് പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് UML ആണ്, യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്. UML എന്ന് പറയുന്നത് മോഡലിന് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് UML. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മോഡലിംഗ് വിത്ത് UML ആണ്. UML ഉപയോഗിച്ചുകൊണ്ടുള്ള മോഡലിംഗ്. അപ്പോൾ UMLൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് ആണ്. ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിലെ ഒരു ഫേസായ മോഡലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. ഇത്രയാണ് UMLനെ കുറിച്ച് അറിയേണ്ടത്. പിന്നെ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡലിംഗ് ആണ്. അതിലോട്ട് നമുക്ക് പോവാം. മോഡലിംഗ് വിത്ത് UML. ടൈപ്സ് ഓഫ് UML മോഡലിംഗ്. എത്ര തരം UML മോഡലിംഗ് ഉണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. UML മോഡലിംഗ് മെയിനായിട്ട് 3 തരത്തിലാണുള്ളത്. ഒന്ന് സ്ട്രക്ചറൽ മോഡലിംഗ്, മറ്റൊന്ന് ബിഹേവിയറൽ മോഡലിംഗ്, മൂന്നാമത്തത് ആർക്കിടെക്ചറൽ മോഡലിംഗ്. ഈ ഒരു സെക്ഷൻ UML മോഡലിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് UML മോഡലിങ്ങും UML ഡയഗ്രം അത് രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനായി പോകും. അപ്പോൾ UML മോഡലിംഗ് പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. പിന്നെ നമ്മൾ ഡയഗ്രാംസ് പറയേണ്ട UML ഡയഗ്രാം. അപ്പോൾ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പഠിക്കുന്ന മോഡലിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയഗ്രാമുകൾക്ക് തന്നെയാണെങ്കിലും അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ UML മോഡലിംഗ് എന്ന് പറയുമ്പോൾ എത്ര തരത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 3 തരത്തിലാണ്. ഒന്ന് സ്ട്രക്ചറൽ മോഡലിംഗ്, രണ്ടാമത്തെ ബിഹേവിയറൽ മോഡലിംഗ്, മൂന്നാമത്തത് ആർക്കിടെക്ചറൽ മോഡലിംഗ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ മോഡലിംഗ്. എന്താണെന്ന് നോക്കാം. സ്ട്രക്ചറൽ മോഡലിംഗ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റാറ്റിക് ഫീച്ചേഴ്സിനെ കാണിക്കാൻ വേണ്ടി. സ്റ്റാറ്റിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും, അതായത് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത സ്റ്റില്ലായിട്ടുള്ള ഫീച്ചേഴ്സ് അതിനെ കാണിക്കുന്നത് കോൺക്രീറ്റ് ആയിട്ടുള്ള ഭാഗത്തിന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ട്രക്ചറൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രെയിം വർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ട്രക്ചറൽ മോഡൽ എന്ന് പറയുന്നത്. അതായത് അതിൽ എന്തൊക്കെ കമ്പോണൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് റെൻഡർ സിസ്റ്റത്തിൽ വരുന്നത്, അങ്ങനത്തെ പറയുന്നതാണ് സ്ട്രക്ചറൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഡയഗ്രങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സ്ട്രക്ചറൽ മോഡലിംഗ് യൂസ് ചെയ്യുന്നൊരു ഡയഗ്രം എന്ന് പറയുന്നത് ക്ലാസ് ഡയഗ്രമാണ്. ക്ലാസ് ഡയഗ്രം ഉണ്ട്, കമ്പോണൻറ്റ് ഡയഗ്രം ഉണ്ട്, ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം, അങ്ങനെ ഒരുപാട് ഡയഗ്രങ്ങളാണ് സ്ട്രക്ചറൽ മോഡലിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ക്ലാസ് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ മോഡൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡൈനാമിക് ബിഹേവിയർ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറില്ല. അതായത് ചേഞ്ചബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടി ഒരിക്കലും സ്ട്രക്ചറൽ മോഡൽ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് പറയുന്നത്. ക്ലാസ് ഡയഗ്രം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറൽ ഡയഗ്രമാണ്. അപ്പോൾ ഞാൻ അടുത്തത് പറയുന്നത് ഏതൊക്കെ തരത്തിൽ നമുക്ക് സ്ട്രക്ചറൽ മോഡലിംഗ്, ഏതൊക്കെ ഡയഗ്രം യൂസ് ചെയ്തും കൊണ്ട് സ്ട്രക്ചറൽ മോഡലിംഗ് കാണിക്കാമെന്ന്. ഞാനിപ്പോൾ ഫസ്റ്റ് പറഞ്ഞൊന്ന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് പറയാം. ക്ലാസസ് ഡയഗ്രം ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്രമാണ്. പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞു കമ്പോണൻറ്റ് ഡയഗ്രം, ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം, ഇതെല്ലാം തന്നെ സ്ട്രക്ചറൽ മോഡലിങ്ങിന് ഉദാഹരണമാണ്. പിന്നെ പറയുന്ന ഒബ്ജക്റ്റ് ഡയഗ്രം ഉണ്ട്. പാക്കേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രക്ചറൽ മോഡലിങ്ങിന് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, വേറെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ ബിഹേവിയറിനെ കാണിക്കാനും സ്ട്രക്ചറൽ മോഡലിംഗ് കാണിക്കാനും ബിഹേവിയർ മോഡലിംഗ് കൂടി ഒരുമിച്ച് കാണിക്കാൻ വേണ്ടിയും പാക്കേജ് ഡയഗ്രം യൂസ് ചെയ്യണം. അപ്പോൾ കോമൺ ആയിട്ട് സ്ട്രക്ചറൽ മോഡലിംഗ് പറയുമ്പോൾ ആദ്യം നിങ്ങൾ പറയുന്നത് ക്ലാസ് ഡയഗ്രമാണ്, പിന്നെ കമ്പോണൻറ്റ് ഡയഗ്രം പറയണം, ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം പറയണം, പിന്നെ പറയുമ്പോൾ പാക്കേജ് ഡയഗ്രം, ഒബ്ജക്റ്റ് ഡയഗ്രം, കോമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രം, ഇത്രയും നമുക്ക് പറയാം. അപ്പോൾ ചേഞ്ച് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം സ്ട്രക്ചറൽ മോഡലിംഗ് എന്ന് പറഞ്ഞാലും ബിഹേവിയർ മോഡൽ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ മോഡൽ എന്ന് പറഞ്ഞാൽ മൂന്ന് തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. പാക്കേജ് ഡയഗ്രം ഒരു ആർക്കിടെക്ചറൽ മോഡലിങ്ങിൽ വീണ്ടും പറയുന്നുണ്ടെങ്കിലും കൂടി ബാക്കി ഒന്നും തന്നെ അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. ക്ലാസസ് ഡയഗ്രം, പിന്നെ കമ്പോണൻറ്റ് ഡയഗ്രം, ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം,
അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടി വരുന്ന ഡയഗ്രങ്ങളായതുകൊണ്ടാണ് ഞാനത് എടുത്ത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. പിന്നെ ഒബ്ജക്റ്റ് ഡയഗ്രാം, പാക്കേജ് ഡയഗ്രാംസ്, കോമ്പോസിറ്റ്, സ്ട്രക്ചറൽ ഡയഗ്രാം. അതോടുകൂടി സ്ട്രക്ചറൽ മോഡലിംഗ് കഴിഞ്ഞാൽ എന്താണ് സ്ട്രക്ചറൽ മോഡലിംഗ്, സ്ട്രക്ചറൽ മോഡലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, കോമൺ ആയിട്ട് സ്ട്രക്ചറൽ മോഡലിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രാംസുകൾ ഏതൊക്കെയാണ്, അതിലേതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചറൽ മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ മോഡലിംഗ് ആണ്. ബിഹേവിയറൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് ഡൈനാമിക് ആയിട്ടുള്ള സ്വഭാവങ്ങളെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോഡലാണ് ബിഹേവിയറൽ മോഡൽ. സ്റ്റാറ്റിക്കിനെ കാണിക്കാൻ സ്ട്രക്ചറൽ മോഡലിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡൈനാമിക് ഭാഗങ്ങളെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബിഹേവിയറൽ മോഡൽ. അതെന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷനാണ്. അതായത് നമ്മൾ പഠിച്ച സ്ട്രക്ചറൽ മോഡലിൽ പഠിച്ചിട്ടുള്ള ഡയഗ്രങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മോഡലിംഗ് ആണ് ബിഹേവിയറൽ മോഡലിംഗ് എന്ന് പറഞ്ഞത്. സിസ്റ്റങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മറ്റേ സ്റ്റാറ്റിക് ആയിട്ടുള്ളത് ഇതിലെന്താണ് ബിഹേവിയറിനെ കാണിക്കാൻ, റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇൻട്രാക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയഗ്രമാണ് ബിഹേവിയർ ഡയഗ്രാം. ബിഹേവിയറൽ മോഡൽ ഡിസ്ക്രൈബ്സ് ദ ഇൻട്രാക്ഷൻ ഇൻ ദ സിസ്റ്റം. ഇറ്റ് റെപ്രസെൻറ്റ് ദ ഇൻട്രാക്ഷൻ എമോങ് ദ സ്ട്രക്ചറൽ ഡയഗ്രാംസ്. ബിഹേവിയറൽ മോഡലിംഗ് ഷോസ് ദ ഡൈനാമിക് നാച്ചർ ഓഫ് ദി സിസ്റ്റം. മെയിനായിട്ടും ബിഹേവിയറൽ മോഡലിന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രങ്ങളാണ് ആക്ടിവിറ്റി ഡയഗ്രാം, പിന്നെ ആ പേര് പോലെ തന്നെ ഇൻട്രാക്ഷൻ ഡയഗ്രാം, യൂസ് കേസ് ഡയഗ്രാം. മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രങ്ങളാണ്. ആക്ടിവിറ്റി ഡയഗ്രാം, ഇൻട്രാക്ഷൻ ഡയഗ്രാം, യൂസ് കേസ് ഡയഗ്രാം. നമുക്കിത് വീണ്ടും ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് തന്നെയാണ്. ഈ സെക്ഷനിൽ ഇവിടെ പറയുന്നില്ലെങ്കിൽ കൂടി ഡയഗ്രാംസ് പറയുമ്പോൾ, UML ഡയഗ്രാംസ് പറയുമ്പോൾ നമുക്കിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആക്ടിവിറ്റി ഡയഗ്രാം, ഇൻട്രാക്ഷൻ ഡയഗ്രാം, യൂസ് കേസ് ഡയഗ്രാം, ഇത് മൂന്നെണ്ണമാണ് ബിഹേവിയറൽ മോഡലിങ്ങിനെ കാണിക്കാനുള്ള 3 ഡയഗ്രാംസുകൾ. ഓൾ ദ എബോവ് ഷോ ദ ഡൈനാമിക് സീക്വൻസ് ഓഫ് ഫ്ലോ ഇൻ എ സിസ്റ്റം. അതായത് നമ്മൾ ഡൈനാമിക് ചേഞ്ചുകൾ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാണിക്കാനുള്ള ഡയഗ്രാം ആണ് ബിഹേവിയറൽ മോഡലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് പറയുന്ന സ്ട്രക്ചറൽ മോഡലിംഗ് ആണ്. സ്ട്രക്ചറൽ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചറൽ മോഡലിംഗ് ബിഹേവിയറൽ മോഡലിംഗ് ഒരേപോലെ കാണിക്കുന്ന സ്ട്രക്ചറുകളാണ്, അല്ലെങ്കിൽ മോഡലിങ്ങിനെയാണ് ആർക്കിടെക്ചറൽ മോഡൽ എന്ന് പറയുന്നത്. ആർക്കിടെക്ചറൽ മോഡൽ റെപ്രസെൻറ്റ്സ് ദ ഓവറോൾ ഫ്രെയിം വർക്ക് ഓഫ് ദി സിസ്റ്റം. അതായത് മൊത്തമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തം ഫ്രെയിം വർക്ക്, അത് സ്റ്റാറ്റിക് ആവാം, ഡൈനാമിക് ആവാം, എല്ലാവരും ഒരുമിച്ച് കാണിക്കുന്നതിനാണ് ആർക്കിടെക്ചറൽ മോഡൽ എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു എൻ്റർ സിസ്റ്റത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സിസ്റ്റത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് പറയുമ്പോൾ ആ സിസ്റ്റത്തിൽ എന്തുണ്ടാവും, ഡൈനാമിക്കായ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ രൂപരേഖ, അതാണ് ആർക്കിടെക്ചർ. ആർക്കിടെക്ചർ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ചേഞ്ചബിൾ ആയതും ചേഞ്ചബിൾ അല്ലാത്തതുമായ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് ദ ബിഹേവിയറൽ എലമെൻറ്റ്സ് ഓഫ് ദ സിസ്റ്റം. ആർക്കിടെക്ചറൽ മോഡൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ബ്ലൂ പ്രിൻറ്റ് ഓഫ് ദി എൻ്റയർ സിസ്റ്റം. എക്സാമ്പിൾ പറയുന്നത് പാക്കേജ് ഡയഗ്രാം. ഞാൻ പറഞ്ഞു പാക്കേജ് ഡയഗ്രാം പറഞ്ഞൊരു സ്ട്രക്ചറൽ മോഡലിങ്ങിന് എക്സാമ്പിളാണ്, അതേസമയം അതൊരു ആർക്കിടെക്ചറൽ മോഡലിംഗ് കൂടിയാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മോഡലിംഗ് കഴിഞ്ഞു. ഇത്രയും ആണ് ഉള്ളത്. അപ്പോൾ എന്താണ് മോഡലിംഗ് വിത്ത് UML എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം മോഡലിംഗ് ലാംഗ്വേജ് ആണ്. മോഡലിംഗ് പർപ്പസിന് വേണ്ടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ പറയുന്നത് 3 തരം മോഡലിംഗ്, ആ 3 തരം മോഡലിംഗുകളിൽ ഉപയോഗിക്കുന്ന ഡയഗ്രങ്ങൾ ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.